രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ കേസിൽ എഫ്ഐആർ വിശദാംശങ്ങൾ 24-ന്. കേസിൽ രാഹുൽ മാത്രമാണ് പ്രതി. ക്രൂര ലൈംഗിക പീഡനം നടന്നെന്നും ദേഹോദരം ഏൽപ്പിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ. ഷഫീദ്, ഫെനിയുടെ പേര് എടുത്തു പറഞ്ഞിരുന്നു ആ പരാതിയിൽ. ഫെനി അത് കള്ളമാണ് എന്ന് ഇന്നലെ 2 ആവർത്തി പ്രതികരണം നടത്തിയിരുന്നു. ഫെനി പ്രതിപ്പട്ടികയില്ലാത്തത് എന്താണ്? ഹഷ്മി, ഇത് പ്രാഥമികമായിട്ടുള്ള എഫ്ഐആർ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം KPCC പ്രസിഡന്റിന് ലഭിച്ച് KPCC പ്രസിഡന്റ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിലാണ് നമുക്ക് ആ എഫ്ഐആറിൽ തന്നെ കാണാൻ സാധിക്കും. ക്രൈംബ്രാഞ്ചാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ആ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അത് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസിലെ ആകെ ഇപ്പോൾ പ്രതി ചേർത്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാത്രമാണ്. ഫെനി നൈനാന്റെ പേര് ചേർത്തിട്ടില്ല. അതേസമയം ഫെനി നൈനാണ് ഇവരെ കൊണ്ടുവിട്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ എഫ്ഐആറിൽ പറയുന്നുണ്ട്. പക്ഷേ അടുത്ത ഘട്ടത്തിൽ ഫെനി നൈൻ അന്വേഷണം അതിന്റെ പുരോഗതിയിലേക്ക് പോകുമ്പോൾ ഫെനി നൈനാനെയും ഒരുപക്ഷെ പ്രതി ചേർത്തേക്കാം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. 2023-ൽ ഈ പെൺകുട്ടി പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് കേരളത്തിലേക്ക് വന്നപ്പോൾ ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാൻ എന്നുള്ള പേരിൽ വന്നു. മാത്രമല്ല, ഒരു ഫാൾസ് പ്രോമിസ് അത് വിക്ടിമിന് നൽകി, അതായത് വിവാഹ വാഗ്ദാനം നൽകി എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഈ വെക്കേഷൻ സമയത്തേക്ക് അവർ നാട്ടിലേക്ക് എത്തിയ സമയത്ത് ഫ്യൂച്ചർ പ്ലാനുകൾ, അതായത് തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കണം, അത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൈവറ്റ് പ്ലേസിലേക്ക്, ഒരു റിസോർട്ടിലേക്ക്, അതൊരു ആളൊഴിഞ്ഞ സ്ഥലമാണ്, ഒരു ഐസൊലേറ്റഡ് ഹോം സ്റ്റേ എന്നാണ് പറയുന്നത്, അവിടേക്ക് കൊണ്ടുവന്നത് ആ കാർ ഓടിച്ചത് ഫെനി നൈനാണെന്നുള്ള കാര്യം എഫ്ഐആറിലും പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഡെസ്പൈറ്റ് ഹെർ റെസിസ്റ്റൻസ് ദ അക്യൂസ്ഡ് അസോൾട്ടഡ് ബ്രൂച്ചറി ആൻഡ് റേപ്ഡ് ഹെർ യൂസിംഗ് ഫോഴ്സ് ആൾസോ കോസിംഗ് ഇഞ്ചുറീസ് ടു സെവറൽ പാർട്സ് ഓഫ് ബോഡി എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ചു. അതിനുശേഷം ദേഹമാസകലം അദ്ദേഹത്തിന്റെ പല ഭാഗത്തും മുറിവേൽപ്പിച്ചു, ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ കേസ് SIT തന്നെയാകും അന്വേഷിക്കുക. ക്രൈംബ്രാഞ്ചാണ് എഫ്ഐആർ എടുത്തതെങ്കിലും അതിനുശേഷം തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ കണ്ടെത്തിയവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ആദ്യഘട്ടം. അതിനുവേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അത് അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് നേരത്തെ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന അതിജീവിതയുടെ പരാതിയേക്കാൾ കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള പരാതിയാണ്. കാരണം ലൈംഗികമായി പീഡിപ്പിച്ചതിനപ്പുറത്തേക്ക് വിവാഹ വാഗ്ദാനം നൽകി. ഇവർ പറയുന്ന ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പ്രത്യേക സംഘം ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നേരിട്ട് സാക്ഷിമൊഴി അടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ശേഖരിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഹഷ്മി, ഷഫീദ്, KPCCക്ക് പരാതി അയച്ചു. പരാതി DGP കൈമാറി. ആ പരാതിയിൽ തന്നെ ഇതിനു മുമ്പ് ക്രൈംബ്രാഞ്ചിനോട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന പെൺകുട്ടി പറയുന്നുള്ളൂ. അത് സ്ഥിരീകരിക്കുന്നുണ്ടോ ക്രൈംബ്രാഞ്ച്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ആ സമയത്ത് എഫ്ഐആർ ഉണ്ടാവാതിരുന്നത് എന്നൊക്കെയുള്ളത് ചോദ്യങ്ങളല്ലേ. കാര്യം അത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളായിരുന്നല്ലോ പരാതിയിൽ. ഷഫീദ്, കശ്മീർ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ സീരിയസ് തുടങ്ങുന്ന സമയത്ത് അത് ഈ പുറത്തേക്ക് വന്ന ശബ്ദങ്ങൾ, വിവരങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ വിവരശേഖരണം അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്ന, അല്ലെങ്കിൽ സ്വമേധയാ പോലീസ് എടുത്ത കേസ് അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ഈ പറയുന്ന റിനി അടക്കമുള്ള ആളുകളെ തേടി അന്വേഷണ സംഘം പോവുകയും അവരിൽ നിന്നടക്കം വിവരശേഖരണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ പെൺകുട്ടിയിൽ നിന്നും വിവരം ശേഖരിച്ചിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ ഈ പെൺകുട്ടി പലവിധ കാരണങ്ങളാൽ ഈ പരാതി അല്ലെങ്കിൽ കേസ് എന്ന രീതിയിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ പരാതി, അതായത് നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സോക്കോൾഡ് പരാതി മുൻപ് തന്നെ ഉയർന്നു വന്നതാണ്. അത് ഈ പാർട്ടിയിലെ ചില നേതാക്കളെ അടക്കം വാക്കാൽ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരണം ആവശ്യമാണ്. നിലവിൽ ഇപ്പോൾ ഈ പെൺകുട്ടി നിയമപരമായി മുന്നോട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുകയാണ് പ്രധാനം. അതിനുവേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം ഈ പെൺകുട്ടിയെ സമീപിച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തിയാൽ അത് രാഹുൽ മാങ്കൂട്ടത്തലിന് കൂടുതൽ കുരുക്കാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മാത്രമല്ല, ഈ ഇന്നലെയും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അതിജീവിതയുടെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്ന പ്രോസിക്യൂഷൻ സ്റ്റേറ്റ് ചെയ്യാൻ പ്രധാനമായും ഉപയോഗിച്ചത് KPCC പ്രസിഡന്റിന് വന്നൊരു പരാതി. അത് DGP വഴി ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന അതിജീവിതയുടെ കേസ് അന്വേഷിക്കുന്ന SITയുടെ പക്കലും എത്തി. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പരാതികൾ ഇയാൾക്കെതിരെ വരാനുള്ള സാധ്യതയുണ്ട്. ഇയാളുടെ ഹാബിച്വൽ ഒഫൻഡർ ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാട്ടി അത് പരിഗണിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഈ ജാമ്യത്തിൽ വാദം കേൾക്കുമ്പോൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യത്തിൽ ഈ കേസും SIT എടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തലിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ തലവേദനയാകുന്നത് ഈ പെൺകുട്ടി മൊഴി നൽകി നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോയാൽ അത് കൂടുതൽ തലവേദനയാകുന്നത് ഈ കേസ് തന്നെയാകും. പ്രത്യേകിച്ച് വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ കബളിപ്പിച്ചു, അവരെ ക്രൂരമായി പീഡിപ്പിച്ചു, അതിനുശേഷം ഉപേക്ഷിച്ചു. അതിനൊക്കെ അപ്പുറത്തേക്ക് വീട്ടിലടക്കം ഈ പെൺകുട്ടി പറയുന്നുണ്ട്. പിന്നീട് വീട്ടിലടക്കം ഇത് പുറത്തു പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായെന്നൊക്കെയുള്ള കാര്യങ്ങൾ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യം ഈ കേസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഹഷ്മി, ഓക്കെ. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഈ പറയുന്ന പോലെ ഇപ്പോൾ ഇന്നലെ പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ വാദിക്കാൻ ശ്രമിച്ചത് രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ്, ഹാബിച്വൽ ഒഫൻഡറാണ്, അതുകൊണ്ട് തെളിവ് നശീകരണത്തിലേക്ക് പോകും ജാമ്യം നൽകൽ എന്നുള്ളതായിരുന്നു. അതേസമയം ഇത് അതൊരു പരസ്പര സമ്മത ലൈംഗിക ബന്ധമായിരുന്നു, ഈ ഗർഭഛിദ്രത്തിന് മുൻകൈ എടുത്ത പെൺകുട്ടി തന്നെയാണ് തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കാൻ പ്രതിഭാഗവും ശ്രമിച്ചു.
അതിന്റെ തുടർവാദങ്ങളും തുടരുകയാണ്. അപ്പോൾ ഇന്ന് ഉറപ്പായും ഈ പറഞ്ഞ കേസിന്റെ കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ വീണ്ടും കോടതിയിലേക്ക് കൊണ്ടുവരാനും പോകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.